വയനാട് ശവം തൂക്കികളല്ലാത്ത മാധ്യമപ്രവർത്തകർ കൂടി ഉണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ടൗൺഷിപ്പിലെ വിള്ളലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വയനാട് ബിഗ് ടിവിയിലെ സുർജിത്ത് അയ്യപ്പത്ത് എന്ന മാധ്യമപ്രവർത്തകന്റെ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പ് ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട്. എന്താണ് ടൗൺഷിപ്പിൽ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് വയനാട് ദുരന്ത കാലഘട്ടം തൊട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ സജീവമായ രംഗത്തുള്ള സുർജിത്തിന്റെ വാക്കുകൾ ഈ നാട് കേൾക്കണം. കോൺഗ്രസിനെ പോലെ തന്നെ ശവം തൂക്കികളായിട്ടുള്ള മാപ്രകൾ അവരുടെ അച്ചാരം വാങ്ങി ടൗൺഷിപ്പിനുള്ളിലെ വീടുകളുടെ ചില സാങ്കേതിക പരിശോധനകളെ വിള്ളലായി ചിത്രീകരിച്ചു കൊടുത്ത വ്യാജ വാർത്തയുടെ നിജസ്ഥിതി എന്താണെന്ന് ആ സോഷ്യൽ മീഡിയ കുറിപ്പ് തെളിയിക്കുന്നുണ്ട്. അത് നാട് കേൾക്കണം, വിലയിരുത്തണം. ഇങ്ങനെയാണ് സുർജിത്തിന്റെ കുറിപ്പ്. ഞാൻ വയനാട്ടിലെ മാധ്യമപ്രവർത്തകനാണ്. ദുരന്തത്തിന്റെ തലേന്നാൾ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് യാത്ര ചെയ്ത മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ്. ദുരന്തത്തിന് ഇപ്പുറവും ഞാൻ ഇവിടെ തന്നെയുണ്ട്. ദുരിതബാധിതർക്ക് ഒപ്പം തന്നെയുണ്ട്. നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിൽ വിള്ളൽ എന്ന തരത്തിൽ ഒരു മാധ്യമം വാർത്ത നൽകിയപ്പോൾ ഏറ്റുപിടിക്കാതെ വിശദ അന്വേഷണം നടത്തുകയാണ് ചെയ്തത്. സാങ്കേതിക പരിജ്ഞാനമുള്ള സിവിൽ എഞ്ചിനീയർമാരോടാണ് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. അങ്ങനെയാണ് കെട്ടിടത്തിന് മുകളിൽ വെള്ളം കിനിയുന്നത് തടയാനുള്ള നടപടിക്രമത്തിന്റെ ഭാഗമായി മാർക്ക് ചെയ്തതാണ് വിള്ളൽ എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതെന്ന് മനസ്സിലായത്. ഒറ്റ നോട്ടത്തിൽ കറുത്ത വര കണ്ടാൽ ആർക്കും അത് വിള്ളലാണെന്ന് തോന്നിപ്പോകും. അതിൽ സ്ക്രൂ ചെയ്ത ഒരു സൊല്യൂഷൻ ഇഞ്ചക്ട് ചെയ്യുന്നതാണ് രീതിയെന്നും മനസ്സിലായി. ഇത്തരത്തിലുള്ള വെള്ളം കിനിഞ്ഞിറങ്ങൾ തടയാനായി വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തുമെന്നും ബോധ്യപ്പെട്ടു. ഗ്രൗട്ടിംഗ്, വാട്ടർ പ്രൊട്ടക്ഷൻ റൂഫിംഗ് എന്നിങ്ങനെയുള്ള സാങ്കേതിക പദങ്ങൾ മനസ്സിലാക്കുന്നത് ഈ വിധത്തിലാണ്. ഊരാളുങ്കൽ അധികൃതരുമായി സംസാരിച്ചു. അവർ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചു. അത് ശരിയാണോ എന്നറിയാൻ എനിക്ക് പരിചയമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട വർക്കുകൾ നടത്തുന്ന കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാരുമായി സംസാരിച്ചു. ഇത്തരം പരിചയം എനിക്ക് വരുന്നത് കുറ്റിപ്പുറം ചൂണ്ടൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മലേഷ്യൻ റോഡ് ബിൽഡിംഗ് കമ്പനിയുടെ ബേസ് ക്യാമ്പ് എൻ്റെ നാട്ടിലായതിനാലാണ്. വളരെ സൂക്ഷ്മമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ വീടുകൾ ദുരന്ത ബാധിതർക്ക് കൈമാറൂ എന്ന ഉറപ്പ് ഭരണകൂടം വരുത്തിയിട്ടുണ്ടെന്നും ബോധ്യപ്പെട്ടു. വീട് കൈമാറിയ ശേഷം 5 വർഷത്തെ മേൽനോട്ടവും കരാർ കമ്പനിയിൽ നിന്ന് ഉണ്ടാകുമെന്നും ഉറപ്പായി. ഈ പണിയെടുക്കുന്നവർ ദുരന്ത ബാധിതരുടെ നെഞ്ചിലേക്ക് ആശങ്ക നിറയ്ക്കുകയല്ല വേണ്ടത് എന്ന ഉത്തമ ബോധ്യമുണ്ട്. ഇങ്ങനെ ഒരു പരാതി ലഭിക്കുമ്പോൾ ഒരു ഫോൺ കോളിന് പുറത്ത് ഉദ്യോഗസ്ഥരും കരാർ കമ്പനിയും സാങ്കേതിക മേൽനോട്ട ചുമതലയുള്ള കിഫ്കോൺ പ്രതിനിധികളുമുണ്ട്. ആ ഭാഗമൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വിവാദത്തിന് തരമില്ലാത്ത സ്ഥിതിയാകും. പക്ഷെ ചിലർക്ക് വിവാദങ്ങൾ നിർമ്മിക്കാൻ ഹരമാണ്. അത് അത്തരക്കാരുടെ ജനിതക ശീലവുമാണ്. എന്തായാലും ആ ഹരത്തിന് പിറകെ പായാൻ കഴിയില്ല എന്നതാണ് ബോധ്യം. ടൗൺഷിപ്പ് നേരെ ചൊവ്വേ ആകരുത് എന്ന് കൊതിക്കുറവുള്ളവരുമുണ്ട്. ഇത് നന്നായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. വിവാദങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ അത് തുടരും. ഞാൻ പറഞ്ഞ ജനിതകശീലത്തിന്റെ പ്രശ്നമാണത്. എന്നും ദുരന്ത ബാധിതർക്കൊപ്പമാണ്. ആ മനുഷ്യർക്ക് വാർത്ത കൊണ്ട് തന്നെ സഹായങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുമുണ്ട് എന്നാണ് എൻ്റെ ബോധ്യം. അത് മാധ്യമപ്രവർത്തകൻ എന്ന ഉത്തരവാദിത്തം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അവർക്കിടയിലേക്ക് ആശങ്കയുടെ വിത്തെറിയുന്നവർക്കൊപ്പമല്ല. ഒരിക്കലും അങ്ങനെയാകാനും പറ്റില്ല. കുറച്ചധികം വിശദീകരിക്കാനുണ്ട്. പിന്നീട് എഴുതപ്പെടും. കമന്റ് ബോക്സിൽ നിറയാനിരിക്കുന്ന ചാപ്പകൾക്കും പരിഹാസങ്ങൾക്കും ഒരു പുഞ്ചിരി മാത്രം മറുപടി. ഇതാണ് സുർജിത്ത് അയ്യപ്പത്ത് വയനാട് ദുരന്തബാധിത മേഖലയിലെ ഒരു ചിത്രം പങ്കുവച്ചുള്ള കുറിപ്പ്. അതായത് ദുരന്ത മേഖലയിൽ വീട് കിട്ടിയവരുടെ ഉള്ളിലേക്ക് ആശങ്കയുണ്ടാക്കാൻ വേണ്ടി അവിടെ നടത്തുന്ന ഒരു സാങ്കേതിക പരിശോധന, അതായത് കെട്ടിടത്തിന്റെ മുകളിൽ ലീക്ക് ഉണ്ടോ എന്നറിയാനുള്ള പോണ്ടിംഗ് ടെസ്റ്റ്. ആ വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റിനു വേണ്ടി കറുത്ത മഷി ഉപയോഗിച്ച് മാർക്ക് ചെയ്ത ഇടത്തെ വിള്ളൽ എന്ന രീതിയിൽ വ്യാജ വാർത്ത ഉണ്ടാക്കിയ ശവം തൂക്കിയുടെ അല്ലെങ്കിൽ ശവം തൂക്കികളുടെ ലക്ഷ്യമെന്താണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ അതേ ഫീൽഡിൽ നിൽക്കുന്ന മുഖ്യധാരയിലെ പ്രമുഖ മാധ്യമപ്രവർത്തകൻ കൂടിയായിട്ടുള്ള സുർജിത്ത് അയ്യപ്പത്തിന്റെ ഈ പോസ്റ്റ് സഹായകരമാണ്. ചിലർക്ക് ദുരുദ്ദേശമുണ്ട്. മുതലാളിയുടെ എല്ലിൻ കഷ്ണത്തിന്റെ വലിപ്പം കൂടാൻ വേണ്ടി ആ പണി എടുത്തുകൊണ്ടിരിക്കുന്ന കുറേയേറെ ശവം തൂക്കികൾ വയനാടും കോലും തൂക്കി നടക്കുന്നുണ്ട്. അമ്മാതിരി ശവം തൂക്കികൾ സൃഷ്ടിച്ചെടുത്ത വ്യാജ വാർത്തയ്ക്ക് പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യമുണ്ട്. ആ രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഇരയാണ് ഈ ദുരിതബാധിതന്റെ ലേബലിൽ നിൽക്കുന്ന നൗഫൽ എന്ന രാഷ്ട്രീയക്കാരൻ.
ആ രാഷ്ട്രീയക്കാരനും കൂടി ചേർന്ന് ചില നിക്ഷിപ്ത താല്പര്യത്തോടെ ഉണ്ടാക്കിയ ആ നെറികെട്ട വാർത്തയുടെ സത്യാവസ്ഥ എന്തെന്നാണ് സുർജിത് അയ്യപ്പത്ത് എന്ന മാധ്യമപ്രവർത്തകനിലൂടെ പുറത്തെത്തിയിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പേരാണ് മാധ്യമപ്രവർത്തനം. മറ്റതിനെയും വിളിക്കാം മാമാപ്പണി എന്ന്. ആ കോലും തൂക്കി നടക്കുന്ന മാമാപ്പണിക്കാർ ചെയ്യുന്ന പ്രവർത്തനത്തെയും ഇന്ന് ഗതികേട് കൊണ്ട് മാധ്യമപ്രവർത്തനമെന്ന് വിളിക്കേണ്ട അവസ്ഥ.